നമ്മൾ ഇന്നൊരു പുതിയ പാഠം പഠിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ നല്ല പാഠങ്ങൾ പഠിച്ചില്ലേ? അതുപോലെ ഇന്ന് നമ്മൾ യേശു കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും കണ്ണടച്ചേ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പഠിക്കുവാനും പഠിപ്പിക്കാനും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ, ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എല്ലാവർക്കും കേട്ടിട്ടുള്ള കാര്യം അല്ലേ? സൺഡേ സ്കൂളിലും VBSനും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. യേശു അപ്പച്ചൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ അറിയാമല്ലോ. കുറച്ച് കൂട്ടുകാർക്കൊക്കെ അറിയാം അല്ലേ? അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യേശു അപ്പച്ചൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മളിന്ന് പഠിക്കുന്ന ഈ സ്റ്റോറി ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ബൈബിൾ എടുത്ത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് പേരൻസിനോട് പറഞ്ഞ് അത് വായിച്ച് കേൾക്കണം അല്ലേ? അപ്പോൾ നമുക്കിന്നത് പഠിക്കാം. യേശു കർത്താവ് ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പേര് യേശു കർത്താവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ആരായിരിക്കും അത്? യേശുപ്പച്ചൻ്റെ ശിഷ്യന്മാരുണ്ട്, പിന്നെ അത് കൂടാതെ ഒരുപാട് പുരുഷാരം യേശുവിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ യേശു പോകുമ്പം തിബെരിയാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. ഏതാ കടൽ? തിബെരിയാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളെയൊക്കെ സൗഖ്യമാക്കുകയും ഒത്തിരി അടയാളങ്ങളും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഒത്തിരി ആളുകൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് പുരുഷാരം, വളരെ പുരുഷാരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ യഹൂദന്മാരുടെ പെസഹ പെരുന്നാളും അടുത്ത് വരുന്ന സമയമായിരുന്നു അല്ലേ? യഹൂദന്മാർക്ക് പെസഹ പെരുന്നാളുണ്ട്, അത് അടുത്ത് വരുന്ന സമയമായിരുന്നു. യേശുവിൻ്റെ വരവും യേശുവിൻ്റെ പ്രസംഗവും ഒക്കെ ആയിട്ട് ഇങ്ങനെ യേശു പോകുമ്പോൾ ഒത്തിരി ആളുകൾ യേശു കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. 2-3 ദിവസങ്ങളൊക്കെ ഇങ്ങനെ യേശുവിൻ്റെ കൂടെ ആൾക്കാരെപ്പോഴും ഉണ്ട്. അങ്ങനെ യേശു കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ വന്നു കൂടിയപ്പം 2-3 ദിവസങ്ങളായിട്ട് യേശു കർത്താവിൻ്റെ പ്രസംഗമൊക്കെ കേട്ട ആളുകൾ ഇങ്ങനെ പോവാം. അപ്പോൾ ഇവർക്കൊക്കെ വിശക്കത്തില്ലേ? കുറേ ഒരു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവർക്കും എന്ത് ചെയ്തു? വിശക്കാൻ തുടങ്ങിയപ്പം യേശുവിന് മനസ്സിലായി ഇവർക്ക് കൂടുള്ള ആളുകൾക്കൊക്കെ വിശക്കുന്നുണ്ട്, ഇവർക്കൊക്കെ ആഹാരം കൊടുക്കണമെന്നുള്ള യേശു കർത്താവിന് അത് മനസ്സിലായി. അപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? ഇവർക്ക് ആഹാരം കൊടുക്കണം. അപ്പം യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ടല്ലോ യേശുവിൻ്റെ കൂടെ, ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ട്. ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസെ, ഈ ആളുകളെല്ലാം നല്ല വിശന്നിരിക്കുക, അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ആഹാരം കൊടുക്കണം, അവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് യേശുപ്പച്ചൻ അങ്ങനെ ചോദിച്ചത്. ഫിലിപ്പോസ് ആകെ വണ്ടറടിച്ചു പോയി. എന്ത് ചെയ്യാനാ? ഇത്രയും ആൾക്കാർക്ക് ആഹാരം എങ്ങനെ കൊടുക്കും? കുറച്ച് പൈസ ഉണ്ട് അവരുടെ കയ്യിൽ. എത്ര പണം? 200 പണം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ 200 പണം കൊണ്ട് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഒരുപാട് ആളുകളെന്ന് പറഞ്ഞാൽ നമ്മൾ 5000-ലൊക്കെ അധികം ആളുകളുണ്ട്. അപ്പോൾ 200 പണം കൊണ്ട് ഒരു 10 പേർക്കെങ്ങാനും കഴിക്കാം അത്യാവശ്യം. പക്ഷേ ഇത്രയും പേർക്ക് എങ്ങനെ കൊടുക്കും? ഇവരാകെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ അന്ത്രയോസ് എന്ന് പറയുന്ന വേറൊരു ശിഷ്യനുണ്ട് യേശു കർത്താവിന്. അന്ത്രയോസ് എന്ന് പറയുന്ന വേറൊരു ശിഷ്യൻ എന്ത് ചെയ്തെന്നറിയാവോ? ഒരു കൊച്ചു മോനെ എടുത്തു യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഈ കൊച്ചു മോൻ്റെ വീട്ടിൽ നിന്ന് ഈ കൊച്ചു മോൻ്റെ അമ്മ എന്ത് ചെയ്യുന്നറിയാവോ? യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോവുമല്ലേ. അപ്പോൾ നീ പോകുന്ന വഴിക്ക് അവിടെ ചെന്ന് ചിലപ്പോൾ കുറേ നടന്നൊക്കെയല്ലേ പോകുന്നത്. അപ്പം നിനക്ക് വിശന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു മോൻ്റെ കയ്യിൽ ഈ കൊച്ചു മോൻ്റെ അമ്മ എന്ത് ചെയ്തു? 5 അപ്പവും 2 മീനും പൊതിഞ്ഞ് കൊടുത്തു വിട്ടു. എന്തിനാ കൊടുത്തു വിട്ടേ? കുറേ കഴിയുമ്പോൾ മോന് വിശക്കും, അപ്പോൾ മോൻ ഇതങ്ങ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മോൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ മോൻ ഇങ്ങനെ 5 അപ്പവും 2 മീനും ഒക്കെ കൈ വെച്ചുകൊണ്ടാണ് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അന്ത്രയോസ് ഈ മോനെ കണ്ടിട്ട് ഈ മോനെ വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ മുമ്പിലോട്ട് വന്നു. യേശുവിൻ്റെ മുമ്പിലോട്ട് വന്നിട്ട് പറഞ്ഞു, ഈ മോൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. ഈ മോൻ ഈ 5 അപ്പവും 2 മീനും കൊടുക്കാനും അങ്ങ് തയ്യാറാകട്ടോ. അപ്പോൾ യേശുപ്പച്ചൻ എന്ത് ചെയ്തു? ഈ അപ്പവും മീനും ഇങ്ങ് വാങ്ങിച്ചിട്ട് ഈ ആൾക്കാർക്കെല്ലാം കൊടുക്കണം. അപ്പം നിങ്ങളൊക്കെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുമോ
നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് കഴിക്കാൻ, നിങ്ങൾക്ക് മാത്രം കഴിക്കാൻ ഇച്ചിരി ഫുഡ് തന്നു വിട്ടാൽ ബാക്കിയുള്ളവർക്ക് എല്ലാം കൂടെ ഷെയർ ചെയ്യാൻ ഒത്തിരി ആളുകളുണ്ട്. എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ പറയും, ഓ ഇത് ഞാൻ തരത്തില്ല, ഇത്രയേ ഉള്ളൂ, ഇത്രയും പേർക്ക് കൂടെ കൊടുക്കുമ്പോൾ എനിക്ക് കാണത്തില്ല എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കും അല്ലേ. കൊടുക്കുന്നവരുണ്ടായിരിക്കും, പക്ഷെ കൊടുക്കാതിരിക്കും. പക്ഷേ ഈ മോനാണെങ്കിൽ അങ്ങനൊന്നും പറഞ്ഞില്ല. അന്ത്രയോസ് വന്നു, ഈ മോനെ വിളിച്ചുകൊണ്ട് യേശുപ്പച്ചൻ്റെ അടുക്കൽ ചെന്നു. ഈ മോൻ്റെ കയ്യിലിരിക്കുന്ന ഫുഡ് യേശുപ്പച്ചൻ്റെ കയ്യിലോട്ട് കൊടുത്തു. യേശുപ്പച്ചൻ അതിനെ അങ്ങ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, ഇതിനെ കയ്യിലോട്ട് വെച്ചിട്ട് യേശുപ്പച്ചൻ ഇതെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഈ അപ്പത്തെ വാഴ്ത്തി നുറുക്കി, അങ്ങനെ നമ്മൾ വായിക്കുന്നത് വാഴ്ത്തി നുറുക്കി എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചിട്ട് ഇതിനെ നുറുക്കി കഷ്ണങ്ങളാക്കി. 5 അപ്പമേ ഉള്ളൂ, അതിനെ കഷ്ണങ്ങളാക്കി. എന്നിട്ട് ഈ ശിഷ്യന്മാരുടെ കയ്യിലോട്ട് ഇത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും, ഈ വന്നിരിക്കുന്ന ആളുകളെ എല്ലാം ഇങ്ങനെ പന്തിയായിട്ടിരുത്തണം. പന്തിയായിട്ടിരുത്തിയിട്ട് ഇതങ്ങോട്ട് വിളമ്പി എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഇവരങ്ങോട്ട് വിളമ്പാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് 5 അപ്പം ഉള്ളായിരുന്നു. ഇതിപ്പോൾ കുറേ ആയല്ലോ. ഭയങ്കരമല്ല അത്ഭുതം അവിടെ നടന്നു. യേശുപ്പച്ചൻ ഈ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തിയപ്പോൾ എന്ത് ചെയ്തു, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ടു. അങ്ങനെ ഇതങ്ങ് ഒരുപാടായിട്ട് ആൾക്കാർക്കെല്ലാം അങ്ങനെ കൊടുത്തു. ഒത്തിരി ആൾക്കാർക്ക് ഇതിങ്ങനെ വിളമ്പി കൊടുത്തു. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു. ആ കഴിച്ചവരുടെ കൂട്ടത്തിൽ 5000 പുരുഷന്മാരായിരുന്നു കഴിച്ചത്. പിന്നെയും ശേഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ 5000 പുരുഷന്മാർക്ക് കഴിക്കാൻ പാകത്തിന് ഈ 5 അപ്പവും 2 മീനും വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമല്ലേ. അപ്പോൾ യേശുപ്പച്ചൻ ചെയ്തൊരു വലിയ അത്ഭുതമല്ലേ അത്. അപ്പോൾ അങ്ങനെ ആ 5000 പേരും ഈ 5 അപ്പം കൊണ്ട് വയറ് നിറച്ച് കഴിച്ചു. അപ്പോൾ അവരെ വിശപ്പ് മാറി. എന്നിട്ട് ബാക്കി വന്ന എല്ലാം കൂടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ശേഷിച്ചതെല്ലാം നിങ്ങൾ കൊട്ടയിലോട്ട് പെറുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കൊട്ടയിലോട്ട് പെറുക്കിയെടുത്തു. 12 കൊട്ട നിറച്ചെടുത്തു. ഈ ബാക്കി വന്ന അപ്പവും മീനും 12 കൊട്ടയിൽ അവർ നിറച്ചെടുത്തു. അപ്പം നമുക്ക് യേശുപ്പച്ചൻ്റെ ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ കയ്യിലുള്ളത് കൊച്ചു കാര്യങ്ങളാണെങ്കിൽ അത് യേശു കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ എന്താകും, അതിനെ വർദ്ധിപ്പിക്കാനായിട്ട് യേശുപ്പച്ചന് കഴിയും. നമ്മുടെ കയ്യിലുള്ള ചെറിയ കഴിവുകൾ, നിങ്ങളുടെ കയ്യിൽ കൊച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കൊച്ചു കഴിവുകളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, യേശുവിൻ്റെ കയ്യിലേക്ക് യേശുവിന് വേണ്ടി അത് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ദൈവം അതിനെ നല്ല രീതിയിൽ അതിനെ വർദ്ധിപ്പിച്ച് നിങ്ങൾക്കത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് പ്രയോജനപ്പെടുത്താനായിട്ട് ഉള്ള കൃപ ദൈവം തരും. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ കൊച്ചു പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പം ഈ പാഠത്തിനകത്ത് നമുക്ക് 2 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, യേശു ആരോടാണ് പറഞ്ഞത് ഇവർക്ക് ആഹാരം കൊടുക്കണമെന്ന്? യേശു ഒരാളുടെ പേരവിടെ പറയുന്നുണ്ട്. ആരോടാ ആ ആൾ ഇവർക്ക് ആഹാരം കൊടുക്കണമെന്ന് യേശുവിൻ്റെ ഒരു ശിഷ്യനോട് പറഞ്ഞു. ആ ശിഷ്യൻ്റെ പേരെന്തായിരുന്നു? ഫിലിപ്പോസ് എന്നാണ് ആ ശിഷ്യൻ്റെ പേര്. യേശു ആരോടാ പറഞ്ഞത്? ഫിലിപ്പോസിനോടാണ് പറഞ്ഞത് ഇവർക്ക് ആഹാരം കൊടുക്കണമെന്ന്. ഇനി രണ്ടാമതൊരു ചോദ്യം, ഒരു ബാലൻ ഇവിടെ ഉണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ, അതും യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. ആ ശിഷ്യൻ്റെ പേരെന്താണ്? അന്ത്രയോസ് എന്നാണ് ആ ശിഷ്യൻ്റെ പേര്. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിനകത്തുനിന്ന് ഒരു കൊച്ചു വാക്യം പഠിക്കാം. ആ പാഠത്തിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്യം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 20-ാമത്തെ വാക്യം. മത്തായി 14:20. വാക്യം ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. മനസ്സിലായോ എല്ലാവർക്കും? അപ്പം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുക. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 20-ാമത്തെ വാക്യം കാണാതെ പഠിക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നും സൺഡേ സ്കൂൾ പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. തുടർന്നും കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.